ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമുക്ക് പറഞ്ഞിട്ടുള്ള മക്ലഗാൻ കമ്മിറ്റിയുടെയും അതിനുശേഷം വന്ന കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ശേഷം വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. 1951 ഈ കമ്മിറ്റി വരുന്നത്. ഈ കമ്മിറ്റി ഇന്ത്യയിലെ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൽ തന്നെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ തന്നെ മാറ്റം കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണിത്. ഈ കമ്മിറ്റിയുടെ എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇത് ആരംഭിച്ചത് ഫസ്റ്റ് തുടക്കമിടുന്നത് നാഷണൽ കോൺഫറൻസ് പൂനെ 1951 കോൺഫറൻസോടുകൂടിയാണ് ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നത് നിയോഗിക്കപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തതാണ് ഈ കമ്മിറ്റിനെ. ആരുടെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡ്വൈസോടുകൂടി. ദെൻ ചെയർമാനായിട്ട് ID ഗോർവാലെ നിയോഗിച്ചു. അതിന് ഗാഡ്ഗില്ലും വെങ്കിടപ്പയും ശാസ്ത്രി എന്നുള്ള മറ്റു 3 പേരും 4 അംഗങ്ങൾ ചേർന്ന കമ്മിറ്റിയാണിത്. ഈ കമ്മിറ്റി പഠനം നടത്തിയത് റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് ഒരു 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എക്സാമിൻ ദി പ്രോഗ്രസ് അച്ചീവ്ഡ് ഇൻ ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓൺ ഫുൾഫില്ലിംഗ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ പ്രോഗ്രസ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അച്ചീവ് ചെയ്തിട്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അതിന്റെ പ്രോഗ്രസ് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. 2, അസസ് ദി റോൾ പ്ലേഡ് ബൈ ദി കോപ്പറേറ്റീവ്സ്. അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ എന്ത് റോളാണ് കോപ്പറേറ്റീവ് നിർവഹിച്ചത് എന്ന് പഠിക്കുക. ദെൻ മൂന്നാമത്തെ, സജസ്റ്റ് ദി വേസ് ആൻഡ് മീൻസ് ഫോർ ദി ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് ദി ഹോൾ കോപ്പറേറ്റീവ് സെക്ടർ. ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വേസ് ആൻഡ് മീൻസ് കൂടി എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വേസ് ആൻഡ് മീൻസ് കൂടി എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കേവലം ഒരു റെക്കമെൻഡേഷനിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല, റെക്കമെൻഡേഷൻസ് അറിഞ്ഞങ്ങ് പോകുന്ന ഒന്നായിരുന്നില്ല ഈ കമ്മിറ്റി ഒരു പ്രശ്നത്തിന് പരിഹാരം കൂടി അവർ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റി എന്ത് ചെയ്തത്, മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ കമ്മിറ്റി ആദ്യമായി എങ്ങനെയാണ് പഠനം നടത്തിയെന്ന് പറഞ്ഞാൽ 1,25,000 അഗ്രികൾച്ചറിസ്റ്റ് ഫാമിലീസിലാണ് ഇവർ പഠനം നടത്തിയത്. ഏകദേശം 600 വില്ലേജുകളിലുള്ള 76 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. ഇന്ത്യയിലുള്ള മൊത്തം 76 ജില്ലകളിൽ 600 വില്ലേജുകൾ എടുത്തുകൊണ്ട് അവിടുത്തെ 1,25,000 അഗ്രികൾച്ചറിസ്റ്റ് ഫാമിലിനെ നേരിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് ഈ പഠനം നടത്തിയത്. ആ പഠനത്തിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1954 അതിന്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ടൈം, വാസ് നോട്ട് ദ റൈറ്റ് ക്വാണ്ടിറ്റി, ഡിസേർവ് ദ റൈറ്റ് പർപ്പസ്, ക്യാൻ ഓഫൺ ഫെയിൽ ടു റീച്ച് ദ റൈറ്റ് പീപ്പിൾ. അത് റൈറ്റ് പർപ്പസിനോ റൈറ്റ് ടൈമിനോ റൈറ്റ് ക്വാണ്ടിറ്റിക്കോ റൈറ്റ് പീപ്പിളിനോ ആയിരുന്നില്ല കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത. ആ ന്യൂനത കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് ഏകദേശം 750 crore ആണ് ആനുവൽ റിക്വയർമെന്റ് ഓഫ് ഫാമേഴ്സിന്റെ വാർഷിക റിക്വയർമെന്റ്, വർഷത്തിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ധനം എന്ന് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ആവശ്യമുള്ളത് 750 കോടിയാണ്. ഈ 750 കോടി കർഷകർക്ക് ലഭിക്കുന്നത് കോപ്പറേറ്റീവ് സെക്ടർ 3.1%, ഗവൺമെന്റ് ഏജൻസീസ് 3.3% മാത്രമാണ്. ബാക്കിയുള്ള 93.6% ബൈ മണി ലെൻഡേഴ്സ് ആണ് നൽകുന്നത് എന്നുള്ളതാണ് അന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി. കേവലം 3% മാത്രം ആനുവൽ റിക്വയർമെന്റ് പൂർത്തീകരിക്കാനാണ് ആർക്ക് സാധിച്ചിട്ടുള്ളൂ, കോപ്പറേറ്റീവ് സെക്ടറിന് സാധിച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് ഏജൻസിക്ക് 3.3%, ബാക്കിയുള്ള 93.6% ആരായിരുന്നു നിറവേറ്റിയിരുന്നത്? മണി ലെൻഡേഴ്സ് ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ മാറ്റം വരുത്താനാണ് എന്ത് ചെയ്ത് ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി രംഗത്ത് വന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അട്രാക്റ്റഡ് 7% ഓഫ് ദി പോപ്പുലേഷൻ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് 7% പോപ്പുലേഷൻ മാത്രമേ അട്രാക്ട് ചെയ്തിരുന്നുള്ളൂ. ബാക്കി 93% ഔട്ട് ഓഫ് ദി പ്രോവ്യൂ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പരിധിക്ക് അപ്പുറത്തായിരുന്നു ബാക്കിയുള്ള ആളുകൾ. 93% ഔട്ട് ഓഫ് ദി പ്രോവ്യൂ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് പരിചയമുള്ള ആളുകൾ എന്ന് പറയുന്നത് 7% മാത്രം ഒതുങ്ങി. അതിൽ 93% എന്താണ്, അതിന്റെ ചിത്രത്തിൽ നിന്നും പുറത്തായിരുന്നു എന്ന് പറയാം.
ദെൻ നെക്സ്റ്റ് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് നൽകിയത്? റെക്കമെൻഡേഷൻസ് മാത്രമല്ല, വേസ് ആൻഡ് മീൻസ് കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള വേസ് ആൻഡ് മീൻസ് കൂടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന മാഗ്ന കാർട്ട ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ചരിത്രത്തിലെ മാഗ്ന കാർട്ട എന്നാണ് ഇതിനെ എന്ത് ചെയ്ത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മാഗ്ന കാർട്ട ഓഫ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നതാണ് ഓൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി റിപ്പോർട്ടിനെ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവേ കമ്മിറ്റിയുടെ ഈ പഠനത്തെയും റിപ്പോർട്ടിന് അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടും ഇന്ത്യയുടെ ഈ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മാഗ്ന കാർട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വേസ് ആൻഡ് മീൻസ് കൂടി അവരെന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, പഠിച്ച് അത് സോൾവ് ചെയ്യാനുള്ള വേസ് ആൻഡ് മീൻസ് കൂടി അതെന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണോ നോക്കാം. അതിൽ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ളതാണ്. അത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് ഈ 3 കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ദെൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, ദെൻ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇത് 3ഉം ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം റൂറൽ ക്രെഡിറ്റിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ഗോർവാല കമ്മിറ്റി മനസ്സിലാക്കി ഇന്ത്യയിലെ ക്രെഡിറ്റ് എന്നുള്ളത് ആഡിക്കേറ്റ് അല്ല, അത് മതിയായ രീതിയിലല്ല ഉള്ളതെന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, മതിയായ രീതിയിലേക്ക് അതിന് റൂറൽ പീപ്പിളിന് അവരുടെ ക്രെഡിറ്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ 93% മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുന്നതിൽ നിന്നും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നാമതായി ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് പോലുള്ള നടപ്പിലാക്കണം. സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ അതിന് ആവശ്യമാണ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിന് ആവശ്യമാണ്. ഈ 3 ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം എന്തിനും ആവശ്യമാണ്, റൂറൽ ക്രെഡിറ്റ് സെക്ടർ. അത്തരത്തിൽ റീസ്ട്രക്ചറിങ്, ക്രെഡിറ്റ് സെക്ടറിന് റീസ്ട്രക്ചറിങ് നടത്തണം എന്നാണ് ഈ ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചത്. ഈ റെക്കമെൻഡേഷന് ശേഷം വരുന്ന റെക്കമെൻഡേഷൻസിന് സപ്ലിമെന്ററി റെക്കമെൻഡേഷൻ എന്ന് പറയുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ളത്. ബാക്കിയുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ സപ്ലിമെന്ററി ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ സബ്സിഡി ടു ദി ദിസ് റെക്കമെൻഡേഷൻ സബ്സിഡി ആയി വരുന്നതാണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത് വരുന്ന ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ആണ്. എന്താ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? അതിന്റെ സിംപ്ലി മീൻസ് എന്താണ്? സിംപ്ലി മീൻസ് ഒരു സ്കീം ഓഫ് കോമ്പിനേഷൻ ആണെന്ന് പറയാ, കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി. മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഫങ്ഷൻസിനെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 4 ഫങ്ഷൻസ് ആണുള്ളത്. 4 ഫങ്ഷൻസ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ 4 ഫങ്ഷൻസ് ചേർന്നിട്ടാണ് 4 ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട്. ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൊക്യൂർമെന്റ് ആയിരിക്കാം, ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ചെയ്യാം, പ്രോസസ്സിംഗ് യൂണിറ്റുകളായിരിക്കാം, ചില സൊസൈറ്റികൾ എന്തിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം. ഈ വ്യത്യസ്ത പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് ഇവയെല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ച് കൊണ്ടുവരിക, അത് ക്രെഡിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രം പോരാ, നടത്തി അത് മാർക്കറ്റിംഗിൽ എത്തിയാൽ മാത്രമേ അയാൾക്ക് അതിന്റെ മൂല്യം ലഭിക്കുകയുള്ളൂ. ആ മാർക്കറ്റിംഗിൽ എത്തുന്നവരെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹായം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുക, അതിനൊരു ലിങ്ക് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു ലിങ്കിങ് ചെയ്താൽ മാത്രമേ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യൂ, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയത്. അഥവാ പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. അത് അഗ്രികൾച്ചർ സാധാരണയായി പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ലഭിക്കുന്നത്? പ്രൊഡ്യൂസർക്ക് മതിയായ വില ലഭിക്കാറുണ്ടായിരുന്നില്ല. പ്രൊഡ്യൂസേഴ്സിന് അവർ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പണം ലഭ്യമല്ലാത്ത, മാർക്കറ്റിംഗ് പ്രോസസ് ചെയ്യാനും പ്രൊക്യൂർമെന്റ് ചെയ്യാനൊന്നും ആളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യുമ്പോഴേക്ക് അത് മാർക്കറ്റിൽ എത്തുമ്പോഴേക്ക് അവർക്ക് ശരിയായ വില ലഭിക്കാറുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ
അവരെ മണി ലെൻഡേഴ്സിനെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഫാർമർക്ക്, ഒരു അഗ്രികൾച്ചറിസ്റ്റിന് എന്ത് ചെയ്യേണ്ടി വരുന്നു? മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ പ്രൊഡക്റ്റ് പ്രൊക്യൂർമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോസസ്സിങ് മാർക്കറ്റിങ്ങിലേക്കെല്ലാം എത്തിക്കാൻ വേണ്ടി, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയം, അതിന്റെ വിളവെടുപ്പ് സമയത്ത് മുമ്പ് തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റയക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിറ്റയക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാല്യൂവിന് നൽകിക്കൊണ്ട് മണി ലെൻഡേഴ്സിൽ നിന്ന് പണം വായ്പ വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണം? വായ്പ വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കേണ്ട അവസ്ഥയായിരുന്നു. അതായത് കർഷകർക്കായിരുന്നില്ല ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. പലപ്പോഴും മണി ലെൻഡേഴ്സിന്റെ കയ്യിലായിരിക്കും പ്രോഡക്റ്റുകളുടെ ഉടമസ്ഥാവകാശം. ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ചെയ്താലേ സാധ്യമാവുകയുള്ളൂ. അതായത് അഗ്രികൾച്ചർ പ്രൊഫഷനിലെ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെന്റ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, ഇവ നാലും, അതായത് 3 P's and 1 M എന്നുള്ള, അഗ്രികൾച്ചർ ഈസ് ഈക്വൽ ടു 3P + 1 M എന്നുള്ളതാണ്. 3P + 1 M. ഇതാണ് ഒരു അഗ്രികൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അഗ്രികൾച്ചറിന്റെ എല്ലാ 4 ആക്ടിവിറ്റീസും ഒന്നിച്ച് ചേർന്നുകൊണ്ട് അത് അവിടുത്തെ ലോറൽ ക്രെഡിറ്റ് സൊസൈറ്റി കൂടിയായിട്ട് ലിങ്ക് ചെയ്ത് എന്ത് ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളതാണ് ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കിണ്ടാവുന്നതായിരിക്കട്ടെ. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ദീസ് 4 ആക്ടിവിറ്റീസ് ആണ്. അതായത് 3P + 1 M എന്നുള്ളതാണ്. അത് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റീസ് എന്ത് ചെയ്തിരിക്കണം? അഗ്രികൾച്ചർ സൊസൈറ്റീസ് ആ യൂട്ടിലൈസ് ചെയ്യുന്ന ഫോർ അഗ്രികൾച്ചർ പർപ്പസ് യൂട്ടിലൈസ് ചെയ്യണം. ആ അഗ്രികൾച്ചർ സൊസൈറ്റീസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അതുപോലെ പ്രൊക്യൂർമെന്റിനും പ്രോസസ്സിങ്ങിനും ഒക്കെ എന്ത് ചെയ്യണം? സാധ്യമാണ്. ആ പ്രോസസ്സിങ്ങിന് ശേഷം മാർക്കറ്റിംഗിന് സാധ്യമാണ്. ആ മാർക്കറ്റിങ്ങിലൂടെ അവർക്ക് മതിയായ ഫാർമേഴ്സിന് എന്ത് കിട്ടണം? അവരുടെ മാക്സിമം പ്രൈസ് കിട്ടണം. അതേപോലെ തന്നെ ഫാർമർക്ക് റീപേയ്മെന്റ് സാധ്യമാവും. അതായത് അവരുടെ കർഷകർ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുമ്പോൾ അവർക്ക് റീപേയ്മെന്റ് സാധ്യമാവുന്നു. ആ റീപേയ്മെന്റ് സാധ്യമാകുന്നതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് അവർക്കും ഓവർഡ്യൂസ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു. ആ സൊസൈറ്റിയുടെ സ്ഥിതി എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുന്നു. മാർക്കറ്റിംഗ് സൊസൈറ്റി അതിന്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യുന്നു. പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ അഗ്രികൾച്ചർ പ്രൊഫഷനെ തന്നെ എന്താക്കി മാറ്റാൻ, പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ എന്ത് ചെയ്യുന്നു? ഈ ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റീസിനെ നമ്മൾ പ്രോസസ്സിങ്, അതുപോലെ പ്രൊക്യൂർമെന്റ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇങ്ങനെ ലിങ്ക് ചെയ്ത ആക്ടിവിറ്റീസിൽ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഈ ലിങ്കിങ് കൊണ്ട് തന്നെ എന്ത് സാധ്യമാകുന്നു? അഗ്രികൾച്ചറിനെ തന്നെ എന്തായി ഒരു പ്രോഫിറ്റബിൾ പ്രൊഫഷനായിട്ട് ആളുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. Then എന്താണ് നെക്സ്റ്റ്? സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഗോർവാല കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് through the government of India introduced the cooperative movement in 1994. 1904 കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒന്നും തന്നെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ 1904 കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. It was not taking an active interest in the progress and development of the movement. അത് 1904 ഒരു തരത്തിലും സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗോർവാല കമ്മിറ്റി കണ്ടെത്തി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കണം? അതിന് ഗവൺമെന്റ് ഷുഡ് ബിക്കം ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയി മാറണം. ഒരു ആക്റ്റീവായി പാർട്ടിസിപ്പന്റ് ആയി മാറണം എന്നാണ് എന്ത് ചെയ്യുന്നത്? കമ്മിറ്റിയുടെ കണ്ടെത്തുന്നത്. ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പന്റ് ആയിട്ട് സ്റ്റേറ്റ് മാറുക, സ്റ്റേറ്റ് ഇടപെടുക, സ്റ്റേറ്റ് സഹായിക്കുക, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സ്റ്റേറ്റ് കൂടി സഹായിക്കുക. അങ്ങനെ സ്റ്റേറ്റിന്റെ പാർട്ടിസിപ്പേഷനും കൂടി തന്നെ, സ്റ്റേറ്റിന്റെ ഫണ്ടോട് കൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ അവിടെ സാധ്യമാവും. കമ്മിറ്റി എന്ത് ചെയ്തു? ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ട് ഇടപെടൽ എന്നല്ല, ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരു ഷെയർ ക്യാപിറ്റൽ എടുത്തുകൊണ്ടുള്ള
ഷെയർ എടുക്കുന്ന ഒരു രീതിയാണ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതാണ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കമ്മിറ്റി ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റ് ഇന്റർഫറൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് ഇന്റർഫറൻസ് ഒരിക്കലും ഗവൺമെന്റ് ഇന്റർഫറൻസ് ആകാൻ പാടില്ല. ഗവൺമെന്റിന്റെ ഇടപെടലിൽ നിന്ന് ഒഴിവായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അത് ഗവൺമെന്റിൽ നിന്നും വിട്ടുകൊണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഓട്ടോണമി ഉള്ള ഒരു സ്ഥാപനം എന്നുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാപനം എന്നുള്ള രീതിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി ആയിക്കൊണ്ട് നിലയ്ക്ക് തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ട് ആ രീതിയിൽ പാർട്ടിസിപ്പേഷൻ ആയിക്കൊണ്ട് വേണം എന്നുള്ളതാണ് ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റിന്റെ ഭാഗമായിട്ടൊന്ന് ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് റെക്കമെൻഡ് ചെയ്തത്. അതെങ്ങനെ സാധ്യമാകുന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ടേക്ക് ഷെയർസ് ആൻഡ് ബിക്കം മെമ്പേഴ്സ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പറായിട്ട് ഗവൺമെന്റ് കൂടി വരും. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഷെയർ വാങ്ങിക്കും. ഗവൺമെന്റിന്റെ ആ ഷെയർ വാങ്ങിക്കുന്നതോടുകൂടി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യുക? അതിൽ പാർട്ടിസിപ്പേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സൈഡ് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് ഇടപെടാൻ പറ്റും. ഗവൺമെന്റ് അങ്ങനെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യപ്പെടും? നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലൊരു മാറ്റം സാധിക്കാൻ, അത്തരത്തിലൊരു വയബിൾ ആയിട്ടുള്ള സൊസൈറ്റീസ് ആക്കി മാറ്റാൻ ഗവൺമെന്റ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണെന്നാണ് ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് കണ്ടെത്തിയത്. ദെൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റിൽ മൂന്നാമത് പറഞ്ഞ കാര്യം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ? കമ്മിറ്റി ആബ്സെൻസ് ഓഫ് ബേസിക് നോളജ് ഓൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് ദി മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ എന്തുണ്ടായിരുന്നില്ല? കോപ്പറേറ്റീവ് എന്നതിനെ കുറിച്ചുള്ള മൂവ്മെന്റിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ആ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്തു? അതിന് അതായത് ധാരണ ഇല്ല എന്നുള്ളതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 7% മാത്രമാണ് പോപ്പുലേഷൻ മാത്രമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ 7% മാത്രമാണ് കോപ്പറേറ്റേഴ്സ് ആയി മാറിയത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം തന്നെ നമ്മൾ പറഞ്ഞത്. 1904 മുതൽ 1954 വരെയുള്ള കാലഘട്ടത്തിൽ 50 വർഷത്തെ ചരിത്രം നോക്കിയാൽ 7% മാത്രമാണ് പോപ്പുലേഷൻ മാത്രം. അതെന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ആളുകളെ ആകർഷിക്കാത്തത്. അതിന് മാറ്റേണ്ടതാണെന്ന്. അതുകൊണ്ട് കമ്മിറ്റി എന്ത് ചെയ്തു? ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ്, അതിന്റെ പോളിസി പ്രോഗ്രാമിൽ എന്ത് കൂടി ഉൾപ്പെടുത്തണം? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൂടി ഉൾപ്പെടുത്തണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കണം. ഇത്തരത്തിൽ 3 കാര്യങ്ങളെയാണ് ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഈ 3 കാര്യമാണ് 3 പോയിന്റിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് റെക്കമെൻഡേഷൻസ് നടത്തിയത്. ഗോർവാല കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്: ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇത് 3 ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ള ഒരു റീസ്ട്രക്ചറിങ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നുള്ളത് സാധിക്കണം. എങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഗോർവാല കമ്മിറ്റിയുടെ കണ്ടെത്തൽ. പിന്നെയുള്ളത് formation of large sized credit societies at primary level, reorganization of marketing and processing societies, formation of State Bank of India, role to be played by Reserve Bank of India, formation of National Cooperative Development and Warehousing Board, warehousing ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. Formation of Relief and Guarantee Fund, ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കൂടിയാണ്. Introduction of crop loan system ഇംപ്ലിമെന്റ് ചെയ്യുക. 9th, strengthening of Central Committee for Cooperative Education and Training. Then formation of large sized credit society at the primary level.
നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യം ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് അത്രയും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്ട്രെങ്ത് ആയ നല്ല വയാബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറി ലെവൽ സ്മോൾ സൈസ് അല്ലാത്തൊരു സൊസൈറ്റി വേണം. എങ്കിൽ മാത്രമേ ഒരു ലാർജ് സൈസ് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി രംഗപ്രവേശം ചെയ്യണം, ഫോർമേഷൻ നടത്തണം. അത്തരം ഫോർമേഷനിലൂടെ മാത്രമേ ഈ പറഞ്ഞ ഉദ്ദേശങ്ങൾ സാധിക്കുകയുള്ളൂ. ലാർജ് സൈസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുത്തുകൊണ്ട് നല്ല വയബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദ്ദേശങ്ങൾ ഇന്റഗ്രേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റിൽ നമ്മൾ പറഞ്ഞു ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്നുള്ള ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലാർജ് സൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപം കൊള്ളണമെന്ന് ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്ത് റെക്കമെൻഡ് ചെയ്തത്. ഈ ലാർജ് സൈസ്ഡ് സൊസൈറ്റിന്റെ പ്രത്യേകത വാസ്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും. പിന്നെ മറ്റേത് സ്മോൾ സൈസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ചുരുങ്ങിയതായിരിക്കും. വാസ്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും, ലാർജ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, അതുപോലെ സ്ട്രോങ് ഡെപ്പോസിറ്റ് പൊസിഷൻ ഉണ്ടാവും. അത് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ പ്രൈമറി ലെവലിൽ സ്ഥാപിക്കണമെന്നാണ് ഗോർവാല കമ്മിറ്റി എന്ത് ചെയ്തത്, ശുപാർശ ചെയ്തത്. ദെൻ മറ്റുള്ള റീഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റി, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റോൾ ടു ബി പ്ലേഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, formation of National Cooperative Development and Warehousing Board, formation of Relief and Guarantee Fund, introduction of crop loan system, strengthening of Central Committee for Cooperative Education and Training. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം റൂറൽ ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു, ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ദെൻ ഫോർമേഷൻ ഓഫ് ലാർജ് സൈസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറഞ്ഞു. ബാക്കിയുള്ള പോയിന്റുകൾ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം.